ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഡിസ്ട്രോയ് ഗ്രാൻഡ്മയാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കളി തുടങ്ങാം. അതാ ഈ സ്ഥലം അടിപൊളിയാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. കാരണം ഇതിനകത്ത് നമുക്ക് തിളപ്പിച്ച വെള്ളമൊക്കെ കൊണ്ടുപോയി ഒഴിക്കാൻ പറ്റും. അതുകൊണ്ട് അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. അയ്യോ, ഞാൻ എന്താ കാട്ടണേ? ഫാൻ എടുത്ത് തലിക്കടിക്കാൻ കഴിച്ച് നമുക്ക്. എനിക്കിത് ആരാന്നൊന്നും അറിയത്തില്ല. ഞാൻ പകുതിക്ക് വെച്ചാണ് കയറിയെന്ന് തോന്നുന്നു. പകുതിയൊന്നും ഇല്ല, തുടങ്ങിയപ്പോൾ തന്നെ കയറിയ. ഇങ്ങോട്ടും പോരാൻ പറ്റത്തില്ലേ ഗൈസ്? ഗൈസ് എന്നെ ചവിട്ടിയിട്ടു. അയ്യോ, ചേടാ, ഇതിപ്പോൾ എനിക്കൊന്നും എണീറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. യെസ്, നമുക്ക് എങ്ങോട്ട് യെസ്, നമ്മളങ്ങനെ ജനല അറിയത്തുണ്ട്. കമോൺ ഗൈസ്, ഇനിയാണ് എൻ്റെ ഇനി കാണാൻ പോകാം. അയ്യോ, എന്തി അത് പ്രതികാരം തീർക്കണം ഇല്ലാണ്ട്. ഗൈസ് എന്നെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇവിടെ കിടക്കുമ്പോൾ നമുക്ക് ഇത് എടുത്തിട്ട് അങ്ങോട്ട് പോയി എറിയാം. ജനലൊക്കെ പൊട്ടിക്കാം ഗൈസ്. ജനല് പൊട്ടിച്ചിട്ട് നമുക്ക് കയറിപ്പോകാം. എനിക്കങ്ങനെ വയ്യ. എനിക്കിങ്ങനെ പൊട്ടിക്കാൻ പറ്റുന്നില്ല ഗൈസ്. നമുക്ക് അത് അകത്തേക്കൂടെ തന്നെ കയറിപ്പോകാം. അയ്യോ, പറ്റുന്നില്ല. അത്രേ ഉള്ളൂ. എന്ത് ഗ്രാൻഡ്മ അവളെ കണ്ടാണല്ലോ. എന്ത് ചെയ്ത് എന്ത് ചെയ്യേ? അതാ വേണ്ട നിൽക്കണം. വാ ഗൈസ്, നമുക്ക് അങ്ങോട്ട് കയറിപ്പോവാം. എന്നിട്ട് അടിച്ചങ്ങോട്ട് കൊല്ലാം. അല്ല, ഇപ്പം തന്നെ എന്തായാലും ചാവത്തൊന്നുമില്ല, അത് കാര്യം. ഞാൻ അവിടെ നിന്നിട്ട് പെണ്ണിനെ കിട്ടി. അപ്പം എനിക്ക് പൈസ കിട്ടും. ഞാൻ എറിഞ്ഞു. അത് മതി എനിക്കാണ്. അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, എനിക്കൊരു കീ കിട്ടി. വാ, പൂട്ടിപ്പോയി. നമുക്കത് എടുക്കാം. കീ കിട്ടിയിട്ടുണ്ട്. ദേണ്ട അടുത്ത കീ അവിടെ ഇരിക്കുന്നു. ലക്കാണല്ലോ മൊത്തം. ദേണ്ട അടുത്ത ഗൈസ്, ഇതും കൂടി ഉള്ളൂ. ഇത് ലാസ്റ്റത്തെ കീയാ. എനിക്ക് മൊത്തം ലക്കടിച്ച് ഗൈസ്, ലക്കടിച്ച്. ഓ മൈ ഗോഡ്. ഓക്കെ, ഈ എവിടെ പോയി കിടക്കുമായിട്ടുള്ള നിക്ക് കല്ലെടുക്കട്ടെ. വെറുതെ ഗൈസ് നിക്ക് നമുക്ക് ഹോട്ടലല്ലല്ലോ. ഇത് ഹോട്ടലല്ലെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ഇത് വീടാണ്. അപ്പോൾ ഇവിടെ തിളപ്പിച്ച് സൂപ്പറായിട്ടുണ്ട്. ഇവിടെ തിളപ്പിച്ച വെള്ളമൊന്നും കാണത്തില്ല. നമുക്കിനി പാൻ എടുത്തുകൊണ്ട് പോകാം ഗൈസ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇത് അയ്യോ, ജോക്കർ പാവ, എനിക്കിഷ്ടമല്ല ഇതിന്. ഓക്കെ, അയ്യോ ഇതെന്ത് ഞാൻ എവിടെയാ? എനിക്ക് ഇവിടെ എല്ലാം ഉണ്ട്. എന്തിയാ ഗ്രാൻഡ്മ കേട്ടോ. ഇവിടെ പോയി കിടക്കുവാണ്. എനിക്കൊന്നും അറിയത്തില്ല ഈ സാധനം ഇവിടെ പോയി കിടക്കുവാണ്. ഇതേണ്ട നിൽക്കണു. കൊള്ളാലോ. എന്തുണ്ട് വിശേഷം? എൻ്റെ അടുത്തുള്ള കളി അത്രയ്ക്കായോ ഗൈസ്? വേറെ ആയുധം ഇപ്പോൾ അവിടെ നിന്ന് കിട്ടും. ഞാൻ എനിക്ക് എവിടെ നിന്ന് കിട്ടാനും. അതായത് ഇവിടെ ഒരു കുഞ്ഞ് ഡോറുണ്ട്. അത് നമുക്കതൊക്കെ മാത്രമാണ് കയറി പോകാൻ പറ്റുന്നത് ഗൈസ്. എനിക്ക് ഇതൊക്കെ തുറക്കണം. അയ്യോ ഗൈസ്, എനിക്കൊരു സാധനവും ഇല്ല ഇപ്പം. എന്തും വെച്ച് ഞാൻ അറിയുമെന്നുള്ളൊരു കൺഫ്യൂഷനാണ് ഗൈസ്. ഒരു കാര്യം ചെയ്യാം, ഇതിൽ കൂടെ അങ്ങോട്ട് പോകാം.
അതവിടെ കല്ലൊക്കെ കിടപ്പുണ്ട്. പുറത്താകുമ്പോൾ കുറേ സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്. ഞാൻ ഇവിടെ ഒരു പെട്ടിയുണ്ട്. ഓ കത്തി കിട്ടി ഗൈസ്, അത് അടിപൊളിയാണ്. റോക്കൊന്നും ഇനിയിപ്പോൾ എൻ്റെ കത്തി കിട്ടി. പിന്നെന്തിനാ? ഓക്കെ, ഇനി നടക്കപ്പോയ ഇനിയാണ് ഗൈസ് യുദ്ധം. പക്ഷേ പെണ്ണുമ്പോൾ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതാ നിൽക്കണം. എന്തൊക്കെയുണ്ട് വിശേഷം? മറ്റേ സുഖല്ലേ? ഓ സെയിം വെച്ച്. തലക്കിട്ട് കത്തി വെച്ചു. അപ്പം എനിക്ക് 5 കോയിൻ എക്സ്ട്രാ കിട്ടി. എങ്ങനെ ഇരിക്കണം ഇപ്പം ഗൈസ്? എനിക്ക് ഞാൻ വേറെ ഒരു കീയും കൂടി കണ്ടാണ് ഗൈസ്. അവിടെ ആ പെട്ടി എടുക്കുന്നതിൻ്റെ ഇപ്പുറത്ത് കണ്ടോ അവിടെ ഇന്ന് തിളങ്ങുന്നുണ്ടോ? അതാണ് ഗൈസ് കീ. ഓക്കെ, ഇപ്പം വീണ്ടും നമുക്ക് 3 കീ ആയിട്ടുണ്ട്. പക്ഷേ 3 കീയൊക്കെ കിട്ടിയത് കൊള്ളാം. പക്ഷെ ഞാൻ എവിടെയാ പെട്ടിയെന്ന് എനിക്കിതുവരെ അറിയത്തില്ല. ഇതൊക്കെ സീനാണ്. അമ്മൂമ്മയുടെ കാര്യം കഴിഞ്ഞു. എടാ അമ്മൂമ്മ ജയിച്ചു. ഞാൻ തേർഡാണ് ഗൈസ്. ഓക്കെ, അത് സാരമില്ല. ഞാൻ തേർഡാണല്ലോ. അത് മതി. ഇഷ്ടപ്പെട്ടു. കളയാൻ കൊടുക്കാം. നമുക്ക് ഇവിടെ ഒരു സ്ഥലത്ത് നമുക്ക് ഹോട്ടലിൽ കൊടുക്കാം. ഹോട്ടലാണ് ഈ സീൻ. അടിപൊളിയാണ്. കാരണം അവിടെ കുറേ തിളപ്പിച്ച വെള്ളമൊക്കെ ഉണ്ട്. അതെടുത്ത് അമ്മൂമ്മയുടെ നേരത്തൊക്കെ അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ അമ്മൂമ്മ കിടന്ന് പെടക്കും. അയ്യോ ഗൈസ്. ഓക്കെ, ഇവനാണ് ഏതൊരുത്തനാണ്. അയ്യോ, ഇതിപ്പോൾ ഞാൻ എവിടെയാണ് നിൽക്കണേ? അയ്യോ ഗ്രാനി എടാ, എനിക്കൊരു സാധനവും കിട്ടിയില്ല. എക്സ്ക്യൂസ് മീ, ഞാൻ ഒന്ന് കയറിപ്പോട്ടെ. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. നമുക്ക് അമ്മൂമ്മ എടാ RIP എന്ന് പറഞ്ഞിട്ട് അതാ അമ്മൂമ്മ. അയ്യോ, കൊണ്ടില്ല. തീർന്ന്. ഇല്ല, അങ്ങനെയൊന്നും നമ്മൾ തീരത്തില്ല. കരണ്ടായിരിക്കും ഗൈസ്. നമുക്ക് ഗ്രാനീനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കരണ്ട് അടുപ്പിക്കാൻ പറ്റും. അതറിയാം നിങ്ങൾക്ക്? കരണ്ട് അടുപ്പിക്കാം. അടിപൊളിയാ. അതുകൊണ്ട് എനിക്ക് ഈ ഗെയിം ഇഷ്ടമാണ്. എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടം ഈ ഹോട്ടലില്ല. കാരണം ഹോട്ടലിലത്തെ തിളപ്പിച്ച വെള്ളം എടുത്ത് വയ്ക്കാം. അതെനിക്ക് വേണം. അതെനിക്ക് ഇതാ ഗൈസ്. നമുക്ക് ഇവൻ്റെ പുറകെ പോവാം. ചിലപ്പോൾ ആ സീൻ നമുക്ക് എടാ അമ്മൂമ്മ ചത്തി. ഇപ്പോഴും ഞാനാണ് ഗൈസ് പേടി. എന്നാ ചെയ്യാനാണ് പറ. ദീപനായിരുന്നു നേരത്തെ ഗ്രാൻഡ്മ. ഓക്കെ, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ചത്തു. റെസ്റ്റോറൻ്റ് എന്നാൽ മതി. എനിക്കതാ ഇഷ്ടം. റെസ്റ്റോറൻ്റ് അടിപൊളിയല്ലേ? എനിക്ക് തിളച്ച വെള്ളം ചോദിക്കണമെന്നുണ്ടായി. പറ്റിയില്ല. ചെയ്യാനാന്ന് പറ. ഒരെണ്ണം കൂടി വേണ്ട. ഏതോ ഒരുത്തന് ആൽബ്രട്ടോ അങ്ങനെ കണ്ടു പറയുന്ന ഒരുത്തനാണ് ഗൈസ്. കീ കിട്ടി നമുക്ക്. അതടുത്ത കീ കിട്ടി. എടാ അവൻ അതെടുത്തു. ദുഷ്ട. കിട്ടി. എന്നാ ചെയ്യാൻ? കീ കിട്ടിക്കൊണ്ടേയിരിക്കും. അമ്മൂമ്മ അവിടെ പോയി. അടുത്ത കീ നമുക്ക് കിട്ടി. എൻ്റെ പൊന്നെ, എനിക്ക് ലക്കാണ് ഗൈസ്. ജോക്കർ ബാവ കഴിക്കാൻ കാണിച്ചു തരാം. ജോക്കർ ബാവ ഇതാണ് ഗൈസ്. ജോക്കർ ബാവ ജോക്കറാണെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ തന്നെ അല്ല, അത്രേ ഉള്ളൂ. എൻ്റെ അമ്മൂമ്മ എവിടെ പോയി? അമ്മൂമ്മ ഷെല്ലെടുക്കാൻ പറ്റുമോ?
അയ്യോ ഗൈസ് 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 പെട്ട് എനിക്ക് കിട്ടി. അയ്യോ കിട്ടി. പിന്നെ അവിടെ എന്തുവാടെ ഞാൻ എടുക്കാൻ പറഞ്ഞൊക്കെ അപ്പം എനിക്കിനി പ്ലേറ്റ് എടുത്തടിക്കാം. ഓക്കെ ഇത് ഉഡായിപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഉഡായിപ്പ് കേട്ടിരുന്നത്. എന്ത് ചെയ്യേ നമ്മള് അയ്യോ ഇതെന്നാ സാധനം എന്നൊന്നും എനിക്കറിയത്തില്ല. നമുക്കെന്തായാലും എനിക്ക് തോന്നുന്നത് അമ്മൂമ്മ പുറത്താന്ന് അല്ല തോന്നുന്നു. ഇല്ല ഇപ്പോൾ കിട്ടുന്ന കളി കഴിഞ്ഞു. ഞാൻ വീണ്ടും ചെയ്ത് ഇത്ര പെട്ടെന്ന് കളി കഴിയണ്ടായിരുന്നു. എന്താ ചെയ്യാനോ. ഓക്കെ നമുക്ക് പ്ലേ കൊടുക്കാം. റെസ്റ്റോറൻറ്റ്. ഓ പോയി റെസ്റ്റോറൻ്റ് ഒന്നും കിട്ടത്തില്ല. എന്തിനെപ്പോഴും ഈ ഹൗസ് ഗൈസ്. ഞാനാണ് ഗ്രാൻഡ്മ. അയ്യോ ഞാനാണോ ഇനി ഗ്രാൻഡ്മ? എനിക്കറിയാം. ഞാനിതിനകത്ത് ചാവെന്ന് പറഞ്ഞാൽ ചാവും, എനിക്ക് ഉറപ്പുണ്ട്. ഇതെങ്ങനെയാ ഏച്ചി? എനിക്കിത് കളിക്കാൻ അറിയത്തില്ല. ഇവന്മാരെങ്ങനെയാ അടിക്കാന്ന് എനിക്കറിയത്തില്ല. അമ്മമ്മയാണെങ്കിൽ പതുക്കെ നടക്കത്തുള്ളൂ. അടിച്ചിട്ട് നമുക്ക് ഹെൽത്ത് കുറയുകയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടല്ലോ. പക്ഷേ അത്ര ഉള്ളു. എന്ത് പക്ഷെ നമ്മുടെ ഹെൽത്ത് അങ്ങോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ ഗ്രാൻഡ്മയാവുന്ന അത്ര രസമില്ല കേട്ടോ. അത് വേറെ വിലയില്ലാത്ത. പിന്നെ ഗ്രാൻഡ്മയ്ക്ക് ജമ്പ് ചെയ്യാനും പറ്റത്തില്ല. ദാറ്റ് ഈസ് ദ ബിഗ് പ്രോബ്ലം. ഓക്കെ ഈ പിൽസ് തന്നെ നമ്മുടെ ഹെൽത്ത് കൂട്ടുന്നുണ്ട് കേട്ടോ. വേണ്ട ഇത് എന്നതാ ഹെൽത്ത് കൂട്ടുന്നുണ്ട്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹെൽത്ത് കൂട്ടുന്നുണ്ട്. നമുക്ക് എനിക്ക് തോന്നി ഇവിടെ നമ്മൾ സ്പ്രേ പെയിന്റും കൊണ്ടായിരിക്കും നമ്മുടെ കളി. അയ്യോ കത്തി എടുത്തൊക്കെ എറിയണോ ഗൈസ് എന്നെ? അയ്യോ ശവനടിച്ചു. ഗൈസ് എനിക്കിത് കളിക്കാൻ അറിയത്തില്ല ഗ്രാൻഡ്മ ആയിക്കഴിഞ്ഞാൽ. ദാറ്റ് ഈസ് മൈ ബിഗ് ആൻഡ് ബിഗ് പ്രോബ്ലം. യുനോ ഇപ്പം തന്നെ ഞാൻ ചാവും ഗൈസ്. ഞാനിപ്പോൾ എന്നാ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോറി കുറയില്ല, കൂടുന്നുമുണ്ട് ഗൈസ്. ചെയ്യാനാണ് വേറെ അല്ല. ഓ ഗൈസ് ഞാനിപ്പോൾ എന്നാ ചെയ്യും? എല്ലാം കൂടി എന്നെ അടിക്കും. അയ്യോ
അടിച്ചിടാനോട് ഇനി ബോംബിട്ട് പൊട്ടി. അതെന്നാ സംഭവം എനിക്ക് മനസ്സിലായില്ല. അയ്യോ കല്ലൊക്കെ എടുത്ത് എറിഞ്ഞ വന്ന് വീഴുന്ന നിങ്ങൾ ഓർത്തോ? എന്നതങ്ങ് മനസ്സിൽ ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. അമ്മമ്മയ്ക്ക് ഓടാനൊന്നും പറ്റത്തില്ല എന്തായാലും. ഓക്കെ ഞാൻ കഥം ഹോഗയാ. പിന്നെ അവനിപ്പോൾ ഇട്ട് കൊടുക്കത്തില്ല, എൻ്റെ ഹെൽത്ത് കൂടിയിട്ടുണ്ട്. കൊള്ളാലോ. പിന്നെ അതന്നെ ഞാൻ ഗൈസ് എൻ്റെ കാര്യം കഥം ഹോക്കിയാക്കട്ടോ. ഇവന്മാരെന്നെ കാട്ടണേ. ഗൈസ് ഞാൻ വീണു എൻ്റെ കാര്യം കേട്ടോ. ഗൈസ് ഇവന്മാർക്കൊക്കെ എങ്ങനെയാണ് ഞാനിപ്പ ചാവും ഇപ്പൊ ഒന്നും എനിക്കൊരു പ്രശ്നമില്ല. എന്നാ നോക്കി നിൽക്കുവാടാ, കൊല്ലുന്നില്ലേ? രണ്ടെണ്ണം പേടിച്ച് ഓടുക. ഓക്കെ പച്ചാവും ഗൈസ്, പച്ചാവും. ഗൈസ് നമ്മുടെ ഹെൽത്ത് 12 ഉള്ളൂ ഗൈസ്. ദാറ്റ് ഈസ് എ ബിഗ് പ്രോബ്ലം. ഞാനിവിടെ നിന്ന് കൊടുക്കാം. അവന്മാരെന്നാ ചെയ്ത് നോക്കാം. ചാവട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. ആരും കൊല്ലുന്നില്ലേ? ഇവിടെ ഉണ്ട്. ഒന്ന് 6 ഹെൽത്ത് ഉള്ളൂ ഗൈസ്. നമുക്ക് 6 പൊന്നു. കുത്തിക്കാണല്ലോ. അകത്താണൊന്ന് കുറേ പേരുള്ള. ഓ 6 ഹെൽത്ത് വെച്ചാണ് നമ്മളിതെൻ്റെ ചെയ്തിട്ടുണ്ട്. ഓക്കെ അമ്മൂമ്മ ചത്തിട്ടുണ്ട് ഗൈസ്. അതായത് ഞാൻ ചത്തു. വീണ്ടും ഞാൻ തേർഡ് കോഫി എന്ന് പറഞ്ഞു അറിയത്തില്ല. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ. നമുക്ക് നാളെ കാണാം.